ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയുടെ ഒരു ഫ്രണ്ട് അയാളുടെ ചേട്ടൻ്റെ കല്യാണം വിളിക്കാനായിട്ട് വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഫ്രണ്ട് വന്ന് കല്യാണം വിളിക്കുമ്പോഴേക്കും സച്ചി ആ ഫ്രണ്ടിനോടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ കല്യാണ സമയത്ത് എന്തായാലും നീ ആ മണ്ഡപത്തിൻ്റെ അടുത്തെങ്ങും പോയി നിന്നേക്കല്ലേ. അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്നാ ഫ്രണ്ട് ചോദിക്കുമ്പോൾ, അതെ അഥവാ ചേട്ടൻ്റെ കല്യാണം എങ്ങാനും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പെണ്ണ് നിന്റെ തലയിലായിരിക്കും. പിന്നെ ജീവിതാവസാനം മുഴുവൻ നീ അതും ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരുമെന്നിങ്ങനെ രേവതിയെ നോക്കിയൊന്ന് ചെറുതായിട്ട് കളിയാക്കാൻ വേണ്ടിയിട്ട് സച്ചി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ രേവതിക്ക് വല്ലാണ്ട് ഫീൽ ആവുന്നുണ്ട്. കാരണം രേവതിയുമായിട്ടുള്ള ഒരു വിവാഹം നടന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ സച്ചിയേട്ടൻ ഇപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നോട് ഇപ്പോഴും സച്ചിയേട്ടന് യഥാർത്ഥത്തിലുള്ള സ്നേഹം ഇല്ലേ എന്നൊക്കെ ഓർത്തിട്ട് നമ്മുടെ രേവതിക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി ഇങ്ങനെ പിണങ്ങി റൂമിൽ തന്നെ ഇരിക്കുകയാണ്. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ സച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, എന്താ നീ ഭക്ഷണം ഒന്നും ഉണ്ടാക്കാത്ത? അതെ ഇന്ന് എന്തായാലും ഭക്ഷണം ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ പിണങ്ങി തിരിഞ്ഞു കിടക്കുകയാണ് കേട്ടോ. വേണ്ട, ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലേ എനിക്ക് പുറത്തു പോയി കഴിക്കാനറിയാമെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് നേരെ വെളിയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഫ്രണ്ട് വിവാഹം വിളിച്ചതിന് ശേഷം പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടി ഇങ്ങനെ നിന്നിട്ട് രേവതിയെ കേൾപ്പിക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും സച്ചിയെ ഒരിക്കലും അവളെ ഒരു ഭാര്യയായിട്ട് മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവൻ ഇപ്പോഴും അവൻ്റെ മനസ്സിൽ ഇതൊക്കെ ഉള്ളത്. അവളെ എന്തായാലും അവനൊരു ഭാരം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി നന്നായിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മുടെ രേവതിക്ക് ഒരുപാട് സഹിക്കാൻ വയ്യാണ്ടായി പോയത്. എന്താണെന്ന് വെച്ചാൽ ചന്ദ്രമതി ഇങ്ങനെ രേവതിയെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇകഴ്ത്തി കാണിക്കാനായിട്ട് ഒരവസരം നോക്കിയിരിക്കുകയാണല്ലോ. അങ്ങനെ സച്ചി പറഞ്ഞതിനേക്കാളും ഒക്കെ വിഷമം രേവതിക്ക് വന്നത് അവരെല്ലാവരും സച്ചി അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ ആ ഒരു അവസരം അവരെല്ലാവരും രേവതിയെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചല്ലോ. അത് രേവതിക്ക് വല്ലാണ്ട് വിഷമാവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതി ഒരുപാട് വിഷമിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടേ കിടക്കുകയായിരിക്കും കേട്ടോ. ഈ സമയമാണ് ലക്ഷ്മി അമ്മ നമ്മുടെ രേവതിയെ വിളിക്കുന്നത്. അങ്ങനെ ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം ഒന്നുമില്ലമ്മേ. അല്ല നിനക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ? ഒന്നുമില്ലമ്മേ, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട്, ആ സച്ചി എന്തിയെ മോളെ, എന്തിയെ മോൻ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോഴേക്കും, അതെ ഇവിടെ എങ്ങാനും കാണും, എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് രേവതി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അല്ല മോളെന്താ ഇങ്ങനെ പറയുന്നത്? സച്ചിക്ക് എന്തുണ്ട് വിശേഷം, എന്തെങ്കിലും പറ്റിയോ എന്താന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി അമ്മ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ രേവതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. അതെ അമ്മയ്ക്ക് എന്തെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് അറിയണമെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഫോണുണ്ടല്ലോ, അവരുടെ ഫോണിലേക്ക് വിളിച്ചു ചോദിക്കുക, അല്ലാതെ അവരുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മി അമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോഴേക്കും വല്ലാത്തൊരു വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഈ സമയം ദേവു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേവുവിനോട് ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോളെ എന്താണെന്നറിയില്ല, ഞാനിപ്പോൾ രേവതിയെ വിളിച്ചപ്പോൾ രേവതി സച്ചിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ വല്ലാണ്ട് ദേഷ്യപ്പെട്ടാണ് പറഞ്ഞത്. അവർ തമ്മിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ എന്നറിയില്ല എന്നിങ്ങനെ ഒരു ലക്ഷ്മിയമ്മ വിഷമത്തോടു കൂടി പറയുമ്പോൾ ദേവു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മേ, എന്നാലും എന്തെങ്കിലും ഉണ്ടായി കാണുമോ എന്നിങ്ങനെ ലക്ഷ്മിയമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, പ്രശ്നം ഉണ്ടാവാൻ അല്ലാണ്ട് അവിടെ വേറെ എന്തുണ്ടാവാനാ, എന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിരിക്കുമല്ലോ ചേച്ചിക്ക്. ആ സച്ചിയേട്ടനാണെങ്കിൽ എപ്പോഴും ചേച്ചിയോട് വഴക്ക് തന്നെയാണ്. അപ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും പറയണ്ട, പിന്നെ എന്ന് വെച്ചാൽ അവരെപ്പോഴും വഴക്ക് തന്നെയല്ലേ. സച്ചിയേട്ടനെ എന്തായാലും രേവതി ചേച്ചിയോട് ജീവന, പിന്നെ അവിടുത്തെ അമ്മയായിട്ട് എന്തെങ്കിലും വിഷമം ഉണ്ടായി കാണുമമ്മേ, അമ്മ എന്തായാലും അതോർത്ത് വിഷമിക്കാതെന്ന് പറഞ്ഞിട്ട് ദേവു ഇങ്ങനെ കോളേജിലേക്ക് പോകാനായിട്ട് റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും പുച്ഛവാ, ഇനിയിപ്പോൾ അത് കണ്ടോണം, ഇതല്ലാതെ അവിടെ വേറെന്ത് സംഭവിക്കാനാ എന്ന് പറഞ്ഞിട്ട് ശരത്തും പോകാനായിട്ട് റെഡി ആവുന്നുണ്ട്. ഈ സമയം ലക്ഷ്മിയമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ശരത്തെ, സമയമായില്ലല്ലോ കോളേജിലേക്ക് പോകാൻ, പിന്നെ നീ എന്താ ഇന്ന് ഇത്ര നേരത്തെ? അതെ എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടമ്മേ, അതുകൊണ്ട് ഇന്ന് ഇത്തിരി നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് ശരത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ ലക്ഷ്മി അമ്മയ്ക്ക് രേവതിയെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും, ഇനി എന്തായിരിക്കും അവിടെ പ്രശ്നം, മൂക്ക് എന്തോ വിഷമം ഉണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. ഈ സമയം നമ്മുടെ സച്ചി ആണെങ്കിൽ കാർ ഷെഡിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടെ മഹേഷും ഫ്രണ്ട്സും എല്ലാവരും കൂടി ഇങ്ങനെ ഇരിപ്പുണ്ട്.
ഈ സമയം വിഘ്നേഷ് നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ ഒരു 200 രൂപ ഉണ്ടാവും എടുക്കാനേ, എന്താടാ നിനക്കിന്ന് ഓട്ടം ഉണ്ടായിരുന്നോന്ന് ഇങ്ങനെ മഹേഷ് സച്ചിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ ഓട്ടം, ഞാൻ ചെറിയൊരു ഓട്ടത്തിന് പോയിട്ട് വന്നാ, അതാ ലേറ്റായി എന്ന് പറയുന്നുണ്ട്. ഈ സമയം വിഘ്നേഷ് ചോദിക്കുന്നുണ്ട്, അതെ എനിക്കൊരു 200 രൂപ ഉണ്ടാവും എടുക്കാൻ. എന്തിനാ നിനക്കെന്തിനാ ഇപ്പോൾ പൈസ എന്നിങ്ങനെ സച്ചി ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് കേട്ടോ. അതെ എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ട്, 200 രൂപ എനിക്ക് തരുമോ, എൻ്റെ എങ്ങും ഇല്ല എന്ന് പറഞ്ഞിട്ട് സച്ചി ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്ക് അതെ സച്ചിയേട്ടൻ ഇപ്പോൾ ഒരു ഓട്ടം കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ, എന്തായാലും നിൻ്റെ കയ്യിൽ പൈസ ഒന്നും കാണാതിരിക്കില്ല, എനിക്കൊരു 200 രൂപയല്ലേ ഞാൻ ചോദിച്ചെന്ന് പറയുമ്പോഴേക്കും സച്ചി ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അതെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും, ഇല്ലാതിരിക്കും, അതിപ്പോൾ നീ ചോദിച്ച ഉടനെ തരണമെന്നൊന്നും ഇല്ലല്ലോ, ഇപ്പം ഞാൻ എന്തായാലും അത് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട്, എന്താടാ സച്ചി നീ എന്തിനാ ഇങ്ങനെ വെറുതെ ദേഷ്യപ്പെടുന്നത്, അവനൊരു 200 രൂപയല്ലേ ചോദിച്ചത്, അതുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പോരെ, നീ പിന്നെന്തിനാ ഇപ്പോൾ ദേഷ്യപ്പെടുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതെ ഇനി ദേഷ്യം വരുമ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടെന്ന് ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലിരിക്കുക കേട്ടോ സച്ചി. ഈ സമയം മഹേഷ് വിഘ്നേഷിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിനക്കിപ്പോൾ 200 രൂപ? അതെ എനിക്കൊരു 200 അല്ല, ഒരു 500 രൂപയാണ് വേണ്ടിയിരുന്നത്, അത് സച്ചിയേട്ടനോടായതുകൊണ്ട് ഞാൻ 200 ചോദിച്ചതാ, ഉള്ളതാവട്ടെ എന്ന് കരുതിയിട്ട്. എന്നാലും എന്താ നിനക്കിപ്പോൾ എന്താ അർജൻറ്റായിട്ട് ഈ പൈസയുടെ ആവശ്യം എന്നിങ്ങനെ മഹേഷ് ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട്, അതെ രാവിലെ ഭാര്യയായിട്ട് ചെറുതായിട്ടൊന്ന് പിണങ്ങിയിട്ടാണ് വന്നത്, വൈകിട്ട് ചെല്ലുമ്പോൾ അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിഘ്നേഷ് പറയുന്നുണ്ട്. അങ്ങനെ മഹേഷ് ഒരു 500 രൂപ എടുത്തിട്ട് വിഘ്നേഷിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ എന്തായാലും നീ 500 രൂപ പിടിച്ചോ, പിന്നീട് തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ സച്ചി ഓടി വന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ, നീ എന്താ ഇപ്പോൾ പറഞ്ഞത്, ഭാര്യയുടെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ടോ? അപ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട്, എന്താടാ സച്ചി നീ എന്തിനാ അതൊക്കെ ഇപ്പോൾ അറിയുന്നത്, അല്ല ഇവനിപ്പോൾ എന്താ പറഞ്ഞത്, അല്ല ഇപ്പം പറഞ്ഞ കാര്യം എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഓ അതാണോ, അത് വേറൊന്നുമല്ല, എല്ലാ ഭർത്താക്കന്മാരും ചെയ്യുന്ന ഒരു ട്രിക്കാണ്. ട്രിക്കോ, അതെന്ത് ട്രിക്ക്? ആ നിനക്കിതുവരെ ആ ട്രിക്ക് അറിയില്ലേ? അതെ ഭാര്യ ഭർത്താക്കന്മാര് രാവിലെ എന്തെങ്കിലും വഴക്കുണ്ടാക്കി പിണങ്ങിയിട്ട് വന്നാലേ വൈകിട്ട് ചെല്ലുമ്പോഴേക്കും അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സ്വീറ്റ്സോ ഗിഫ്റ്റോ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോയാൽ മതി, അതങ്ങ് കോംപ്രമൈസ് ആയിക്കോളും. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് ഭയങ്കര ഒരു അത്ഭുതമാകുക കേട്ടോ. ആഹാ ഇങ്ങനെയൊക്കെ ഉണ്ടോ, അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, എന്താണ് സച്ചി നീ പറയുന്നത്, നിനക്കിതൊന്നും അറിയില്ലായിരുന്നു? എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, അതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇത് തന്നെയാണ് എല്ലാ ഭർത്താക്കന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും അവിടെ സോൾവ് ആയിക്കോളും. രാവിലത്തെ പ്രശ്നം വൈകിട്ടാവുമ്പോഴേക്കും തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിൽ വേറൊരു സങ്കടവും ഇല്ല, പിണക്കവും ഇല്ല, എല്ലാം കോംപ്രമൈസ് ആവുന്നിങ്ങനെ മഹേഷ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, ആഹാ അത് കൊള്ളാലോ, അത് നല്ലൊരു ഐഡിയ ആണല്ലോ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അത് ഭർത്താവിൻ്റെ ഭാഗത്ത് തെറ്റില്ല, ഭാര്യയുടെ ഭാഗത്ത് തെറ്റെങ്കിലോ? ഇത് കേട്ട് മഹേഷ് പറയുന്നുണ്ട്, അതെ നല്ല കാര്യമായിപ്പോയി, എന്താടാ സച്ചി നീ പറയുന്നത്, ഒരിക്കലെങ്കിലും ഭാര്യ എവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ, ഭാര്യ ചെയ്ത തെറ്റ് അവർ ചെയ്തതാണെന്ന് അംഗീകരിക്കുക, അല്ലെങ്കിൽ അതിന് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുക എന്നുള്ളത്. പിന്നെ നീ ഇപ്പോൾ എന്താ വിചാരിക്കുന്നത്, അവരൊരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് അവർ അംഗീകരിക്കില്ല. ആര് തെറ്റ് ചെയ്താലും ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ അവരെ ഭർത്താവ് ചെന്ന് കോംപ്രമൈസ് ആക്കാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കും. അപ്പോൾ ഭർത്താവെ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് അതങ്ങ് കോംപ്രമൈസ് ആകും. ഇതൊന്നും നിനക്കറിയില്ലേ സച്ചി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എടാ സച്ചി അല്ല അതിര് തർക്കോ ബാക്കി എന്തെങ്കിലും പ്രശ്നമൊക്കെ ആണെങ്കിൽ നമുക്കത് ആരുടെ ഭാഗത്ത് തെറ്റാണെന്ന് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാലേ ഇതിൻ്റെ ഇടയിലുള്ള തെറ്റേ അവളുമാർ ഒരിക്കലും നമുക്ക് സമ്മതിച്ച് തരില്ല, നമുക്കത് കണ്ടുപിടിക്കാനും കഴിയില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ പോയി നിന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. മഹേഷ് അപ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താടാ സച്ചി എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ, എന്താ രേവതി ചേച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഉണ്ട്, ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. ആ അങ്ങനെ വരട്ടെ, ചുമ്മാതല്ല നിനക്ക് രാവിലെ തന്നെ ദേഷ്യം. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, അതെ എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു സാധനം നീ അങ്ങ് മേടിച്ചുകൊണ്ട് പോയാൽ മതിയെന്നേ, അവിടെ കോംപ്രമൈസ് ആയിക്കോളും. എന്ത് സാധനം? അല്ല ഈ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സോ ആഭരണങ്ങളോ മറ്റെന്തെങ്കിലും ആവും. ഇപ്പോൾ പിന്നെ നിൻ്റെ കയ്യിൽ അത്രയും ക്യാഷൊന്നും ഉണ്ടാവില്ലെന്നറിയാം. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, പൂവോ എന്തെങ്കിലും ഇഷ്ടമുള്ള സ്വീറ്റ്സോ മേടിച്ചുകൊണ്ട് ചെല്ലെന്നിങ്ങനെ മഹേഷ് പറയുന്നുണ്ട്. അതെ പൂവ് മേടിച്ചുകൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ തിരിച്ച് ഇങ്ങോട്ടേക്കായിരിക്കും ഓടിക്കുക. വലിയൊരു പൂക്കടയും വെച്ചുകൊണ്ടിരിക്കുന്ന അവൾക്കാണോ പൂവിൻ്റെ ആവശ്യം?
എന്നാ നീ ഒരു കാര്യം ചെയ്, ഇഷ്ടമുള്ള സ്വീറ്റ്സ് എന്തെങ്കിലും മേടിച്ചോണ്ട് പോ. അതെ, രേവതിക്ക് ഇഷ്ടം ഹൽവയാ. പിന്നെ എന്നും ഹൽവ മേടിച്ചോണ്ട് പോയാ അവൾ എന്നെ എന്തെങ്കിലും പറയില്ലേ? അപ്പൊ പിന്നെ അത് ശരിയാവില്ല എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ മഹേഷ് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്, നീ എൻ്റെ കൂടെ വാ, ഞാനൊരു നല്ലൊരു കടയിൽ കൊണ്ടുപോവാം. അവിടെ ചെന്നിട്ട് ഇഷ്ടമുള്ള സ്വീറ്റ്സോ ഇഷ്ടമുള്ള ഫുഡ് എന്തെങ്കിലും നീ വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് സച്ചി ആ കടയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ആ കടയിലേക്ക് ചെല്ലുമ്പോഴേക്കും ഇന്നത്തെ സ്പെഷ്യൽ മെനു എന്ന് പറഞ്ഞിട്ട് കുറേ സ്വീറ്റ്സിൻ്റെ പേരും ഫുഡും ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്തായാലും ഇന്ന് രേവതിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തിട്ട് ആ പ്രശ്നമൊക്കെ കോംപ്രമൈസ് ആക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കയറി പോവാണ് കേട്ടോ. വൈകിട്ട് ചെല്ലുമ്പോൾ അത് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകണമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മഹേഷ് നിർബന്ധിച്ചിട്ട് അവർ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് ചോറാണ് ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് ഒരു സമാധാനമില്ല, തീരെ വിശപ്പില്ല കേട്ടോ. കാരണം രേവതിയായിട്ട് പിണങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഫുഡ് ഇഷ്ടമില്ലാതെ എന്ന് ഇങ്ങനെ വായിലേക്ക് വെക്കുമ്പോഴേക്കും ഭയങ്കര ഒരു ടേസ്റ്റ് തോന്നുവാണ് സച്ചിക്ക്. അങ്ങനെ ആസ്വദിച്ചിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഹാ, ഇത്ര നല്ല ടേസ്റ്റോ, ഇതെൻ്റെ അച്ചമ്മ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആ ഹോട്ടലിലെ ഉടമയുണ്ടല്ലോ, ഒരു ഭാര്യയും ഭർത്താവും കൂടിയിട്ടാണ് ആ ഹോട്ടലിൽ നടത്തുന്നത്. അപ്പോഴേക്കും ആ ഉടമയോട് പറയുന്നുണ്ട്, നല്ല ഫുഡാണ്, ആരെ ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, അതെ, ഇതെൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഫുഡാണ്, അതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ് എന്ന് പറയണം. അപ്പോഴേക്കും അവരിങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആഹാ, നിങ്ങളാണോ ഭക്ഷണം ഉണ്ടാക്കിയത്? എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്, എൻ്റെ അച്ഛമ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭക്ഷണത്തിന് ഒരുപാട് പുകഴ്ത്തിയൊക്കെ പറയുന്നുണ്ട്. ഈ സമയം അവർ പറയുന്നുണ്ട്, അതെ, എന്തായാലും ഞങ്ങൾക്ക് ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, പൈസ കൂടുതലായാലും ഇവിടെ വരുന്നവരെല്ലാം നല്ല ആഹാരം കഴിച്ച് വയറ് നിറച്ച് പോകണം. അത് കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സ് നിറയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ ഒന്നിനും പിശുക്ക് കാണിക്കാറില്ല. എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആഹാരമല്ലേ, എല്ലാവർക്കും നല്ല ആഹാരം തന്നെ കൊടുക്കണം, അതിൻ്റെ പുണ്യം എന്തായാലും നിങ്ങൾക്ക് കിട്ടുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയോട് അവർ ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്? ഞാനിവിടെ ആദ്യമായിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ്, എന്നാൽ മഹേഷ് ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ടെന്ന് പറയാണ് കേട്ടോ. അതാ, എന്തായാലും ഇവരെ കണ്ടപ്പോൾ ഒരു പരിചയം തോന്നിയെന്ന് ഇങ്ങനെ അവർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ പരസ്പരം വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, അതെ, പുറത്ത് കുറേ സ്വീറ്റ്സിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടില്ലേ, അത് എനിക്ക് കുറച്ച് വേണമെന്ന് പറയാണ്. അതെന്തായാലും അത് നല്ല സ്വീറ്റ്സാണ്, ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അത് രുചിയും കൂടുമെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇനി ഇടയ്ക്കൊക്കെ വരാം, എൻ്റെ ഭാര്യയും കൂട്ടിയിട്ട് വരാം, എൻ്റെ ഭാര്യയും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആ ഓണർ പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും ഭക്ഷണം ഉണ്ടാക്കുന്നതേ അതിൻ്റെ രുചി എന്ന് പറയുന്നത് ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുടെ മനസ്സ് വെച്ചിട്ടിരിക്കും. നമ്മൾ ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന അത് അവരുടെ മനസ്സ് നിറഞ്ഞാണെങ്കിൽ ആ ഭക്ഷണത്തിനൊരു പ്രത്യേക രുചിയും ഉണ്ടാവും. അതാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുള്ള ഒരു രഹസ്യം എന്നിങ്ങനെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെന്തായാലും നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം എൻ്റെ ഭാര്യ എല്ലാവർക്കും ഭക്ഷണം വെച്ച് വിളമ്പുന്നതേ ഒരുപാട് നല്ല മനസ്സോടു കൂടിയാണ്, എല്ലാവർക്കും അതിൻ്റെതായ രുചിയും ആ ഭക്ഷണത്തിനുണ്ടെന്ന് പറയാണ്. ഈ സമയം മഹേഷും പറയുന്നുണ്ട് കേട്ടോ, അതെന്തായാലും സച്ചി പറഞ്ഞത് ശരിയാ, രേവതി ചേച്ചി നന്നായിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, എന്തായാലും അതൊരു കൈപുണ്യം തന്നെയാണ്. രേവതി ചേച്ചിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഞാൻ എത്രയോ തവണ കഴിച്ചിരിക്കുന്നു എന്ന് മഹേഷും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് സച്ചിയും മഹേഷും കൂടിയിട്ട് അവിടുന്ന് കുറേ സ്വീറ്റ്സൊക്കെ മേടിച്ചിട്ട് ആ കടയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് വീട്ടിലാണ് കേട്ടോ. ചന്ദ്രമതി ആണെങ്കിൽ അവിടെ എല്ലാം നോക്കുന്നുണ്ട്. എടി രേവതി രേവതി എന്ന് വിളിച്ചിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ രേവതിയെ അവിടെ എങ്ങും കാണുന്നില്ല. ഈ സമയം രവീന്ദ്രനാണെങ്കിൽ പുറത്തു പോയിട്ട് ഭയങ്കര ചൂട് ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. മോളെ രേവതി കുറച്ച് വെള്ളം ഇങ്ങനെ എടുക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ രവീന്ദ്രൻ പുറത്തെവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ തന്നെ പറയാതെ തന്നെ നമ്മുടെ രേവതി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നതാണല്ലോ. അങ്ങനെ വിളിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, വിളിക്ക് ഇപ്പം അവള് വെള്ളമായിട്ട് ഓടി ഇങ്ങെത്തുമെന്ന് പറയാണ്. അപ്പോഴേക്ക് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ രേവതി ഇവിടെ ഇല്ലേ, എന്താ അവളെ എന്തിയെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവളെവിടെയെന്നേ എനിക്കൊന്നും അറിയില്ല. പിന്നെ അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല രേവതിയുടെ സ്കൂട്ടർ പുറത്തിരിപ്പുണ്ടല്ലോ. സ്കൂട്ടറൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇന്ന് സ്കൂട്ടറൊന്നും ഇല്ലാതെ തന്നെയാ ഊര് തെണ്ടാനായിട്ട് ഇറങ്ങിയേക്കുന്നത്. പൂവിക്കാനാന്നും പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിയാൽ മതിയല്ലോ, പിന്നെ വേറെ എവിടേക്കാ പോയിട്ട് വരുന്നതെന്നൊക്കെ ആർക്കറിയാന്ന് പറഞ്ഞിട്ട് രേവതിനെ ഇങ്ങനെ കുറ്റം പറയാണ് ചന്ദ്രമതി.
എന്തൊക്കെയാ ചന്ദ്രൻ നീ പറയുന്നത്, നീ ഒന്ന് നിർത്ത് എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനാണെങ്കിൽ ചന്ദ്രമതിനെ വഴക്ക് പറയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ സച്ചി ആണെങ്കിൽ സ്വീറ്റ്സൊക്കെ ആയിട്ട് കയറി വരുന്നുണ്ട്. രേവതിനെ കൊടുക്കാനായിട്ട് പിണക്കമൊക്കെ മാറ്റാനായിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ കയറി വരുന്നത്. ആഹാ, അച്ഛൻ ഇന്ന് നേരത്തെ വന്നോ കല്യാണത്തിന് പോകുന്നെന്ന് പറഞ്ഞിട്ട്? ആ, കല്യാണമൊക്കെ കഴിഞ്ഞടാ, ഞാൻ നേരത്തെ ഇങ്ങ് പോന്നു എന്ന് പറഞ്ഞിട്ട് രവി ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ രേവതി എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ നീട്ടി വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, അല്ലടാ രേവതി ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലേ? അവൾ എവിടെ പോകാനാ പിന്നെ? ആ, വല്ലവർക്കും വല്ല പൂ കൊടുക്കാം, വല്ല ഓർഡറും ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും പോയെന്ന് ഇങ്ങനെ പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് ഭയങ്കര ഒരു സങ്കടമാകുന്നുണ്ട്. കാരണം സ്വീറ്റ്സൊക്കെ ആയിട്ട് ഓടി വന്നതാണല്ലോ രേവതിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, ആ എന്തായാലും നീ രേവതിയുടെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്ക്, അപ്പം അറിയാമല്ലോ. അങ്ങനെ സച്ചിയാണെങ്കിൽ ഫോണെടുത്ത് ഡയൽ ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ഓഫ് പറയാണ് കേട്ടോ. അതോടെ കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് ആകെ അങ്ങ് വിഷമമാവുന്നുണ്ട്. സ്വിച്ച് ഓഫ് ആണല്ലോ, ഇവള് പിന്നെ എവിടെ പോയതായിരിക്കും? എന്തായാലും സച്ചി, നീ പോയി അവിടെ പോയി സമാധാനമായിട്ടിരിക്കുക. അവൾ എവിടെ പോയനാ? പൂ കൊടുക്കാൻ പോയതായിരിക്കും. അവൾ എന്തായാലും ഇങ്ങ് എത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനാണെങ്കിൽ സച്ചിയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി കുറേ നേരം അവിടെ പോയിരിക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്തിട്ടൊന്നും രേവതിയെ കാണുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ സമയം 8 മണിയോളം ആയിട്ടുണ്ട്. സുധിയും ശ്രുതിയൊക്കെ കടയൊക്കെ അടച്ചിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ടും ഇതുവരെ രേവതി മാത്രം വീട്ടിലേക്ക് വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ശ്രുതി വന്നിട്ട് അമ്മയെ വിശക്കുന്നു, ഭക്ഷണം എടുക്കുന്നു പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ ഇവിടെ ഇന്ന് ആഹാരം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്താ അമ്മയെ പറയുന്നത്? ആഹാരമൊന്നും ഇല്ലെന്നോ? ആ, ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് രേവതി ഇല്ലായിരുന്നു. അവളെവിടെ പോയി? ആർക്കറിയാം. അവള് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് ഓർത്തിട്ടെ നേരം വെളുത്ത് ഇവിടെ നിന്ന് പോയതായിരിക്കും. ഇന്നിവിടെ ആർക്കും ഒരു ഭക്ഷണവും ഇല്ലാന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല വർഷ എവിടെ? ആ അച്ഛാ, അതെന്തോ ഡബ് ചെയ്ത് തീർക്കാനായിട്ട് കുറച്ചുകൂടി ഇതിലുണ്ട്, അപ്പോൾ എത്തിക്കോളാന്ന് പറഞ്ഞു എന്ന് പറയണ്ട. ഓ, അതാണോ കാര്യം എന്ന് ചോദിച്ചിട്ട് വർഷയെക്കുറിച്ച് അന്വേഷിച്ചിട്ട് രവീന്ദ്രൻ ഇരിക്കുന്നുണ്ട്. ഈ സമയം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടത്തി എവിടെ? അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, അല്ല ഇതുവരെ രേവതി എത്തിയിട്ടില്ല, പൂ കൊടുക്കാൻ വല്ലതും പോയതായിരിക്കും. ആ, ഏട്ടത്തിക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് വർക്കുണ്ടാവും എന്ന് പറയാട്ടോ. ഇത് കേട്ടിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, പൂ കൊടുക്കാനോ എന്തോ എവിടെ പോയതാണെന്ന് ആർക്കറിയാം. എന്തായാലും സ്കൂട്ടി പുറത്തിരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഏട്ടത്തി എന്തിയെന്ന് അറിയാനായിട്ട് ആ ഫോണൊന്ന് വിളിച്ച് ചോദിച്ചാൽ പോരെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഫോൺ വിളിച്ചടാ, ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. സ്വിച്ച് ഓഫോ? ഏട്ടത്തി എങ്ങനെ ഫോണൊന്നും സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാറില്ലല്ലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട്, അമ്മേ എനിക്ക് വിശന്നിട്ട് വയ്യ. ഓ മോനെ, എന്തായാലും ഇന്നിവിടെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ അവൾ ഏത് നേരം വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാനാന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ പൊറുപൊറുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടത്തി തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ ഇവിടെ വേണമെന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ നിനക്ക് ഇങ്ങനെ പറയാം, എനിക്കാണെങ്കിൽ തല പുകഞ്ഞ് ആലോചിച്ച് ഒരു ലോഡ് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണുപോലും കാണാൻ പറ്റുന്നില്ല. ഇത് കേട്ടിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ, അതെ എല്ലാവരും അധ്വാനിച്ചിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്കും ശ്രുതി കയറി പറയുന്നുണ്ട്, അതെ നിന്നെ പോലെയൊന്നുമല്ല, ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. എത്ര ഡീലർമാരും എത്ര കസ്റ്റമേഴ്സും ഒക്കെ ഒരു ദിവസം വരുമെന്നറിയോ? വായിട്ടലച്ച് നാവ് തന്നെ കുഴഞ്ഞു പോകും. പിന്നെ 100 കസ്റ്റമേഴ്സ് ഒരു ഹോം അപ്ലയൻസസ് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം റിസ്ക് ഉണ്ട്. അതുപോലെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ വന്നിട്ട് പിന്നെ ഞാൻ ഫുഡും കൂടി ഉണ്ടാക്കണോ എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്തിന് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. ചേട്ടൻ പറയുന്ന പോലെയല്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. പിന്നെ ഒരു ഷെഫായിട്ടുള്ള എനിക്കും ഒരുപാട് റിസ്കുകളും കഷ്ടപ്പാടുകളും ഒക്കെ തന്നെയുണ്ട്. ശ്രീകാന്തും പറയുന്നുണ്ട് കേട്ടോ, അതെ ആഹാരം ഉണ്ടാക്കുന്നത് നിസ്സാര കാര്യമാണെന്ന് ഓർത്തോണ്ടാണോ സുധിയേട്ടന് ഇരിക്കുന്നത്? ഒരു കസ്റ്റമേഴ്സ് വന്ന് ഇരിക്കുമ്പോഴേ അത് എരിവും ഉപ്പും പുളിയും ഒക്കെ എന്തോരം ശ്രദ്ധിക്കണമെന്നറിയോ? ഇത്തിരി കുറഞ്ഞോ പോയിട്ടുണ്ടെങ്കിലേ അവരുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും. അത്രത്തോളം റിസ്ക് പിടിച്ച ജോലിയാണ് ഞാനും ചെയ്യുന്നതെന്നിങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. നിർത്തുന്നുണ്ടോ ഒന്ന്? ഇത്രയും നേരമായിട്ട് രേവതിയെ കണ്ടിട്ടില്ല, അതിൻ്റെ ടെൻഷനിലാണ് ഇവിടെ ബാക്കിയുള്ളവർ.
ഈ സമയം ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട്, മോളൊരു കാര്യം ചെയ്യും, അവള് വന്നില്ലെന്നും പറഞ്ഞിട്ട് ഇവിടെ ബാക്കി ആരും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, മോള് പോയി ഇന്നത്തേക്കിന് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമെന്ന് പറയാണ്. ഞാനും ആൻറ്റി, എനിക്ക് ഇത്രയും പേർക്കുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അതൊന്നും സാരമില്ല, ഇന്ന് എന്തായാലും അറിയാവുന്ന പോലെ ഉണ്ടാക്കുമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ശ്രുതിയാണെങ്കിൽ കിച്ചണിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ സച്ചിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ, ഇതുവരെ രേവതിയെ കണ്ടില്ലല്ലോ. അങ്ങനെ ലക്ഷ്മിയമ്മയെ ഫോൺ വിളിച്ചിട്ട് സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്ക് ദേവുവാണ് കേട്ടോ ഫോൺ എടുക്കുന്നത്. എന്താ സച്ചിയേട്ടാ? അല്ല, രേവതിയുടെയിലൊന്ന് ഫോൺ കൊടുക്കുവോ? സച്ചിയേട്ടൻ എന്താ പറയുന്നത്? ഇത്രയും നേരമായിട്ട് രേവതി ചേച്ചി വന്നില്ലേ? ഇവിടെ രേവതി ചേച്ചി ഇല്ലല്ലോ എന്നിങ്ങനെ പറയാ കേട്ടോ. അപ്പോഴേക്കും കള്ളത്തരം പറയരുതെന്നിങ്ങനെ സച്ചി പറയുമ്പോൾ, ഇല്ല സച്ചിയേട്ടാ, ഇവിടെ വന്നിട്ടേ ഇല്ല. എന്തി രേവതി ചേച്ചി ഇതുവരെ അവിടെ ഇല്ലേന്നിങ്ങനെ ചോദിച്ചിട്ട് ദേവും ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ഈ സമയം ലക്ഷ്മിയമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്താ? അത് രേവതി ചേച്ചി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ലെന്നാ പറയുന്നത്. അങ്ങനെ ലക്ഷ്മിയമ്മയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ മേടിച്ചിട്ട് സച്ചിയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. മോനെ, എന്താ സംഭവിച്ചത്? രാവിലെ വിളിച്ചപ്പോഴും മോളെന്തോ ഒരുപാട് വിഷമത്തോടു കൂടിയാണ് സംസാരിച്ചത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കണം കേട്ടോ. ഒന്നുമില്ലമ്മേന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ആവുകയാണ് കേട്ടോ. ഈശ്വര, എൻ്റെ മോൾ ഇനി എവിടെ പോയതായിരിക്കുമോ എന്താണെന്നറിയില്ലല്ലോ. അങ്ങനെ ഫോൺ വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ദേവും ഫോൺ വിളിച്ച് നോക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണല്ലോ അമ്മേന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും രേവതി എന്തിയെന്ന് ഓർത്തിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ സമയം ശ്രുതിയാണെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ടേബിളിലെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രമതിയും ശ്രീകാന്തും ശ്രുതിയും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. എന്നാൽ നമ്മുടെ രവിയും സച്ചിയും ഒന്നും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നിട്ടില്ല കേട്ടോ. ഈ സമയം ചന്ദ്രമതിയാണെങ്കിൽ ഭക്ഷണത്തിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ പുകഴ്ത്തുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ്. ആഹാ, എന്ത് നല്ല ടേസ്റ്റ്, എന്ത് ഇത്ര രുചിയായിട്ടുള്ള ഭക്ഷണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പുകഴ്ത്തലാണ്. ഈ സമയം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അമ്മ ഇത്രമാത്രം പുകഴ്ത്താനായിട്ട് ഈ ഭക്ഷണത്തിന് എന്താ പ്രത്യേകതയുള്ളത്? ഇത്ര ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആഹാ, പിന്നല്ലാതെ എൻ്റെ മോളുണ്ടാക്കിയ ഭക്ഷണമല്ലേടാ ഇത്, ഇതിൽ കൂടുതൽ ടേസ്റ്റ് എവിടെ നിന്നുണ്ടാവാനെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഭയങ്കര സന്തോഷത്തിലാണ്. ഈ സമയം ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ രസമാണെന്ന് പറഞ്ഞിട്ട് ഈ രസം ഇങ്ങനെ കറിയെടുത്ത് ഇങ്ങനെ ഒഴിക്കാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി വയ്ക്കുന്നുണ്ട്, രസമോ? ഞാൻ അതിന് രസം ഉണ്ടാക്കിയില്ലല്ലോ. ഇത് പിന്നെന്താ, ഇത് നല്ല പുളിയുണ്ട്, വെള്ളം പോലെ ഇരിക്കുന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ, സാമ്പാറാണ്. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. ശ്രീകാന്ത് ഇരിക്കുന്നുണ്ട്, സാമ്പാറോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ശ്രുതിയെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും ഏട്ടത്തിയുടെ വില എല്ലാവർക്കും ഒന്ന് മനസ്സിലായല്ലോ. ഏട്ടത്തിയെ എല്ലാവർക്കും വയറ് നിറച്ച് നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോഴേ ആർക്കും അതൊന്നും മനസ്സിലാവില്ലല്ലോ എന്നിങ്ങനെ ശ്രീകാന്ത് പറയുമ്പോൾ ശ്രുതിക്കൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ഇനി വാ തുറന്ന് എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ അബദ്ധമെന്ന് എഴുതിയിട്ട് കുഞ്ഞിരുന്ന ഭക്ഷണം ഇങ്ങനെ വല്ലാതെ വാരി കഴിക്കുകയാണ്. ഈ സമയം സച്ചിയും രവീന്ദ്രനും ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ സച്ചി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, രേവതി എവിടെ പോയതായിരിക്കും? ഇനി പോലീസ് സ്റ്റേഷനിൽ പോയി വല്ല കംപ്ലൈൻറ്റും കൊടുക്കണോ? രേവതിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചതായിരിക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര ടെൻഷനിലിരിക്കുകയാണ്. നമുക്കപ്പോൾ രേവതിക്ക് എന്താ സംഭവിച്ചേ, എന്തെങ്കിലും അപകടം പറ്റിയതാണോ, എവിടെ പോയതാണോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ കാണും വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.